പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. ജീവന്റെ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല തമ്പുരാനെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ മഹനീയ നിമിഷങ്ങളിൽ അങ്ങയുടെ അപദാനങ്ങളെ പാടി പുകഴ്ത്തുവാനായിട്ട് ഞങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കുന്നതിന് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത ഈശോയെ, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തൻ്റെ അമ്മയെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ച് അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കി തൻ്റെ മുഖത്ത് വെളിപ്പെടുത്തിയ ഈശോയെ, ദൈവരാജ്യത്തിൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ട് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്ത ഈശോയെ, ദരിദ്രരോടും പാപികളോടും സുവിശേഷം പ്രസംഗിക്കുകയും അവർക്ക് വിശന്നപ്പോൾ അപ്പം വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്ത കാരുണ്യവാനായ ഈശോയെ, രോഗികളെ സുഖപ്പെടുത്തുകയും പാപികൾക്ക് പാപമോചനം നൽകുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത ഈശോനാഥ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം തരികയും ചെയ്യുന്നവനെ, തിന്മയെ നന്മകൾ ജയിക്കാനും ശത്രുക്കളെ സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കുകയും സ്വജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തരികയും ചെയ്യുന്ന ഈശോയെ, താബോർ മലയെ വെച്ച് രൂപാന്തരപ്പെടുകയും തൻ്റെ സ്വർഗീയ മുഖത്ത് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല തമ്പുരാനെ, പാപത്തെയും മരണത്തെയും സാത്താനെയും ജയിച്ച് ഉദ്ധാനം ചെയ്ത് എപ്പോഴും ഞങ്ങളുടെ കൂടെ അടിക്കുവാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച നല്ല തമ്പുരാനെ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
തൻ്റെ പീഡാനുഭവ സമയം സമാഗതമായിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ താൻ സഹിക്കണമെന്ന് നിശ്ചയിച്ച സ്ഥലത്തേക്ക്, അതായത് ജെറുസലേം നഗരത്തിലേക്ക് എത്തിച്ചേരാൻ ഈശോ ആഗ്രഹിച്ചു. അങ്ങനെ സഹനം അവിടത്തേക്ക് ഇഷ്ടമാണെന്നും സ്വതന്ത്ര മനസ്സോടെയാണ് താൻ സഹിക്കുന്നതെന്നും അവിടുന്ന് സ്പഷ്ടമാക്കുകയാണ്. മറ്റ് പല സന്ദർഭങ്ങളിലും അവിടുന്ന് ഈ നഗരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. എന്നാൽ ആഘോഷവും ജയവിളികളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ആഘോഷത്തോടും ആഡംബരത്തോടും കൂടെ പ്രവേശിക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ചു. അവിടുന്ന് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അഗാധമായ എന്തോ രഹസ്യമുണ്ട്. ഇത്തവണ അവിടുന്ന് ജെറുസലേമിൽ സാനന്ദം പ്രവേശിച്ചത് സഹിക്കുവാനും കുരിശി മരിക്കുവാനും വേണ്ടിയായതുകൊണ്ടാണ്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷണം നിർവഹിക്കേണ്ട സമയം സമാഗതമായപ്പോൾ സ്നേഹാഗ്നി അവിടുത്തെ ഹൃദയത്തെ കൂടുതൽ ഉജ്ജ്വലമായി ആളിക്കത്തി. ഈ യാത്രയിൽ അവിടുത്തെ മുഖഭാവം നമുക്കൊന്ന് കാണാം. എന്തൊരു പ്രതാപം, അതേസമയം എന്തൊരു വിനയം. പൊൻപൂശിയ രഥത്തിൽ മഹാ അകമ്പടിയോടുകൂടിയല്ല അവിടുന്ന് വരുന്നത്. പ്രത്യുത ദരിദ്രവേഷത്തിൽ ഒരു കഴുതപ്പുറത്താണ്. തൻ്റെ അധികാരത്തെ ഭയപ്പെടണമെന്നല്ല, തൻ്റെ ശാന്തഭാവം കണ്ട് താൻ സ്നേഹിക്കപ്പെടണമെന്നാണ് അവിടുത്തെ ആഗ്രഹം. ജനസമൂഹം തെരുവേദികളിൽ അലങ്കരിക്കുകയും കീർത്തനങ്ങൾ പാടുകയും സമാധാന രാജൻ്റെ ആഗമനത്തെ സൂചിപ്പിക്കുവാൻ ഒലിവ് ശാഖകൾ വഹിക്കുകയും ചെയ്തു. ഈ രാജാവിൻ്റെ വിനയാതിരേകം ദർശിക്കുക തൻ്റെ പ്രജകളെ മർദ്ദിക്കാനല്ല, അവിടുത്തെ അവരുടെ ഭാരങ്ങൾ നീക്കി അവരെ രക്ഷിക്കാനാണ് വരുന്നതെന്ന് പ്രകടമാക്കാൻ ശാന്തതാപൂർവം അവിടുന്ന് വരുന്നു. അവിടുത്തെ സ്നേഹവും എളിമയും നമുക്ക് വാഴ്ത്താം. നല്ല ഈശോയെ, എന്തുകൊണ്ട് അങ്ങയെ കാത്തിരിക്കുന്ന നിന്ദകളും ചമട്ടിയടിയും മുൻമുടിയും കുരിശും വളരെ വേഗത്തിൽ സ്വീകരിക്കാൻ പോകുന്നു? രക്തസാക്ഷികൾ തങ്ങളുടെ പീഡകളെ ആനന്ദപൂർവ്വം സ്വീകരിക്കാൻ അണിഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വിസ്മയം തോന്നുന്നില്ല. കാരണം അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ സഹിച്ചത്. അങ്ങ് ആർക്കു വേണ്ടിയാണ് സഹിക്കാൻ പോകുന്നത്? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണ് സഹിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടി സഹിക്കുവാൻ അങ്ങേക്ക് ഇത്ര സന്തോഷവും താല്പര്യവും ഉണ്ടാകാൻ സാധ്യമാണോ? ഞങ്ങളുടെ ബുദ്ധിക്ക് ഇത് ദുർഗ്രഹമാണ്. ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചു പറയുവാനേ കഴിയൂ. ഈശോയെ, സ്നേഹമേ, അനന്ത സ്നേഹമേ, അങ്ങ് സഹിക്കുവാൻ ഇത്രമാത്രം സന്നദ്ധത പ്രകാശിപ്പിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയെ പ്രതി സഹിക്കുവാൻ വൈമനസ്യം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു നന്ദിഹീനത നിറഞ്ഞ ജീവിതമാണ് ഞങ്ങളുടേത്. അങ്ങ് ഇത്ര വിനീതനും ഞങ്ങൾ ഇത്രമാത്രം അഹങ്കാരികളുമായിരിക്കാൻ ഞങ്ങൾ എന്ത് പറയാനാണ്? അങ്ങ് കഴുതപ്പുറത്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു അധ്യാപകൻ കസേരയിലിരുന്ന് ഞങ്ങളെ എളിമ പഠിപ്പിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങ് എല്ലാവരെയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എളിമയുള്ളവരെ മാത്രമേ അങ്ങ് രക്ഷിക്കുകയുള്ളൂവെന്ന് ഞങ്ങൾക്ക് ആ കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. അങ്ങ് ഞങ്ങളുടെ രക്ഷയെ അങ്ങേയറ്റം അപേക്ഷിക്കുന്നത് കൊണ്ട് അങ്ങ് ഞങ്ങളെ എളിമ അഭ്യസിപ്പിക്കുവാൻ പ്രചോദനം അരുളുകയും ചെയ്യുന്നു. നല്ല ഈശോയെ,
അങ്ങയ്ക്ക് സ്തുതിയും സ്തോത്രവും. മാധുര്യമുള്ള ഈശോയെ, എളിമയെ, സർവശക്തനായ ദൈവമേ, കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കാത്തു നിൽക്കുന്നു. എല്ലാവരെയും എന്ന പോലെ എന്നെയും ഞങ്ങളെയും എല്ലാം പരിപാലിക്കുന്നു അങ്ങ്. നീചനായി ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. എളിമയുള്ളവരാകാനുള്ള ശ്രമത്തിൽ ഞങ്ങളുടെ എളിമ തന്നെ അഹങ്കാരത്തിന് നിദാനമാകാതിരിക്കാൻ അങ്ങ് കനിയണമേ. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, എളിമയുള്ളവരാണോ എന്ന വസ്തുത തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് എളിമയ്ക്ക് നിദാനമാണ്. ചില സമയത്ത് എളിമയുടെ സ്നേഹത്തിന് വികാരങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ പ്രശംസിക്കുന്നത് ഞങ്ങളുടെ സ്വാർത്ഥ സ്നേഹമല്ലെന്ന് ആർക്ക് പറയുവാൻ കഴിയും?
അപ്പം വർദ്ധിപ്പിച്ച വേളയിൽ ജനക്കൂട്ടം ഈശോയെ രാജാവായി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ തദവസരത്തിൽ പ്രസ്തുത ബഹുമാനം പരിത്യജിച്ചുകൊണ്ട് അവിടുന്ന് അപ്രത്യക്ഷനാവുകയാണ് ചെയ്തത്. ഇപ്പോഴിതാ ജനക്കൂട്ടത്തിന്റെ പ്രഖ്യാപനം അവിടുന്ന് സ്വീകരിക്കുന്നു. ദാവീദിന്റെ രാജകീയ കുടുംബത്തിലെ നിർവൃതി എന്നുള്ള ശിശുക്കളുടെ ആലാപം അവിടുന്ന് സ്വാഗതം ചെയ്യുന്നു. അവിടത്തേക്ക് അവരുടെ സംതൃപ്തി തോന്നിയെന്ന് മാത്രമല്ല, തന്നെ സ്തുതിക്കുന്നത് കണ്ട് അസൂയാകുലരായ അധികൃതരെ അവിടുന്ന് ശാസിക്കുക കൂടി ചെയ്തു. രാജാവ് എന്നുള്ള അവരുടെ അഭിസംബോധന അവിടുന്ന് അങ്ങനെ അംഗീകരിച്ചുറപ്പിച്ചു. എന്നാൽ എങ്ങനെയുള്ള രാജാവാണ് എന്നുള്ളതാണ് പ്രശ്നം. അവിടുത്തെ രാജാവാക്കുക ആരുടെയും അവകാശമല്ലാത്തതിനാൽ രാജാവാക്കപ്പെടുന്നത് അവിടത്തേക്ക് ഭയകാരണമായിരുന്നു. രാജകീയ പിതാവിന്റെ പുത്രനായിരുന്നുകൊണ്ട് അവിടുത്തെ രാജാവാണല്ലോ. അവിടുത്തെ രാജ്യം മാനുഷികമല്ല, ദിവ്യമാണ്. ഭൗമികമല്ല, സ്വർഗീയമാണ്. താൽക്കാലികമല്ല, നിത്യമാണ്. അവിടുന്ന് യഥാർത്ഥത്തിൽ രക്ഷകനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വെളിച്ചത്തോടെ നടത്തിയ നിഷ്കളങ്കമായ പ്രഘോഷണം അവിടത്തേക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ജനനത്തിൽ മാലാഖമാർ അവിടുത്തെ പാടി സ്തുതിച്ചു. അവിടുന്ന് മരിക്കാറായപ്പോൾ രക്ഷകനായ ഈശോയിൽ അവർ ആനന്ദം കൊണ്ടു. തങ്ങൾക്ക് രക്ഷ നൽകണമേ എന്ന് ദാവീദിന്റെ വാക്കുകളിൽ അവർ അപേക്ഷിച്ചു. രാജകീയ സ്വഭാവത്തോടു കൂടിയ ഈശോയുടെ ആവിർഭാവ പ്രവാചകൻ നേരത്തെ ദീർഘദർശനം ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ സ്വാഗതം ചെയ്യാൻ പ്രവാചകൻ ജെറുസലേമിനെ ക്ഷണിച്ചിരിക്കുന്നു. അതേ ക്ഷണം നമുക്കും അരുളിയിരിക്കുന്നതായി നമുക്ക് നിദാനം ചെയ്യാം, നമുക്ക് ഭാവന ചെയ്യാം. നല്ല ദൈവമേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ മിശിഹ രാജകീയ പ്രതാപത്തോടെ നമ്മുടെ അടുക്കലേക്ക് വന്നു. ആ ശിശുക്കളെയും ജനങ്ങളെയും പോലെ അവിടുന്ന് അർഹിക്കുന്ന വിധം അവിടുത്തെ സ്തുതിക്കുവാനും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുവാനും എളിമയും നിഷ്കളങ്കത നമുക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നല്ല ദൈവമേ, എളിമയോടും സന്തോഷത്തോടും തീഷ്ണതയോടും കൂടി അങ്ങേ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. നല്ല ഈശോയെ, അങ്ങ് സകല യുഗങ്ങളുടെ രാജനായിരിക്കെ മനുഷ്യരുടെ രാജാവാകുന്നത് എന്ത് ഫലമാണുള്ളത്? അങ്ങ് ഞങ്ങളുടെ രാജാവാണെന്നുള്ളത് അങ്ങേക്ക് ബഹുമാനമല്ല, പ്രത്യുത ഞങ്ങളോടുള്ള അങ്ങയുടെ കാരുണ്യത്തിന്റെ ലക്ഷ്യം മാത്രമാണ്. അങ്ങയെ രാജാവാക്കി ഞങ്ങളെ രാജാവാക്കുവാനും പ്രതാപപൂർണമായ അങ്ങയുടെ രാജ്യം ഞങ്ങൾക്ക് നൽകാനും വേണ്ടി അനന്ത കാരുണ്യത്തോടെ ഞങ്ങളുടെ രാജാവായി അങ്ങ് ലോകത്തിലേക്ക് വന്നു. കർത്താവേ, അങ്ങനെ തന്നെയായിരിക്കട്ടെ. ആകയാൽ രക്ഷപ്പെടാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുക.
ഈശോയെ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് വിജ്ഞാനമില്ല, ഞങ്ങൾ കുഴി വീഴുക തന്നെ ചെയ്യും. ആകയാൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷയുടെ കാര്യം അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് പ്രകാശവും ശക്തിയും അന്ത്യത്തോടുള്ള ആളമുള്ള നിലനിൽപ്പും തരാൻ അങ്ങേക്കല്ലാതെ അങ്ങല്ലാതെ വേറെ ആരുമില്ലാത്തതിനാൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ സാധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആത്മാവ് നശിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്ത് തീരാത്ത കാര്യങ്ങളെല്ലാം ശൂന്യം. നല്ല ഈശോയെ, ഞങ്ങളുടെ രക്ഷക, ഞങ്ങളുടെ വിലയേറിയ രക്ഷയുടെ ജോലി ഞങ്ങളുടെ സ്വന്തം ജോലിയാണെങ്കിലും അങ്ങയുടെ ബലമേറിയ സഹായം ഞങ്ങൾക്ക് നിഷേധിക്കരുതേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോ മിശിഹാ നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ആഗ്രഹാനുസരം നിത്യരക്ഷയ്ക്കുള്ള തീവ്രമായ ആഗ്രഹം നമുക്ക് നമ്മുടെ ജനിപ്പിക്കാൻ സാധിക്കും. ഞങ്ങളെ രക്ഷിക്കുവാൻ ഈശോയെ എന്താണ് അങ്ങ് ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ രക്ഷ നേടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം?
ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് യഹൂദന്മാരെ വിമോചിപ്പിച്ചതിന് നന്ദിയായി ആഘോഷപൂർവമായ കർമ്മങ്ങളോടെ പെസഹ കുഞ്ഞാടിനെ വർഷപ്രതി ബലി ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ഈ കുഞ്ഞാട് ന്യൂനതയില്ലാത്തതായിരിക്കണം. ബലിക്ക് 5 ദിവസം മുമ്പ് അതിനെ ആഹ്ലാദപൂർവ്വം സ്വഭവനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കേണ്ടതാണ്. ഈ തിരുക്കർമ്മം കൃത്യമായി അനുഷ്ഠിക്കുന്നതിന് ഈശോയും സർവ്വദാ സന്നദ്ധനായിരുന്നു. ആ കൊല്ലത്തെ പെസഹായിക്കും ബലി ചെയ്യപ്പെടേണ്ട കുഞ്ഞാട് ഈശോ തന്നെ ആയിരുന്നതിനാൽ ഗാഗുൽത്താ മലയിലെ കുരിശുവനത്തിന് 5 ദിവസം മുമ്പ് തത്തുല്യമായ ആഘോഷങ്ങളോടെ സാനന്ദം അവിടുന്ന് ജെറുസലേമിൽ പ്രവേശിച്ചു. തൻ്റെ സ്വർഗീയ പിതാവിന് ബലി സമർപ്പിക്കുവാൻ നിയുക്തനായിരുന്ന പ്രധാന പുരോഹിതനാണ് അവിടുന്ന്. അതേസമയം മനുഷ്യരുടെ പാപങ്ങൾക്ക് ബലി ചെയ്യപ്പെടാനുള്ള ബലി വസ്തുവും അവിടുന്ന് തന്നെയാണ്. ഈ മഹാസന്ദർഭത്തിനൊരുങ്ങുവാൻ ആഡംബരപൂർവ്വം അവിടുന്ന് ജെറുസലേമിൽ പ്രവേശിക്കുന്നു. പഴയ നിയമത്തെ മുൻകൂട്ടി വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളവനും തൻ്റെ പുരോഗമിയായ സ്നാപക യോഹന്നാനാൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളവനുമായ ദൈവത്തിൻ്റെ കുഞ്ഞാടാണല്ലോ അവിടുന്ന്. ഈശോയുടെ ഹൃദയത്തിൽ ആദ്യം മനുഷ്യൻ എന്ന നിലയിലും രണ്ടാമതായി കുഞ്ഞാടെന്ന നിലയിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ദർശിക്കാം. ഒരു പുരോഹിതൻ എന്ന നിലയിൽ സർവശക്തനായ ദൈവത്തിന് എത്രയും സ്വീകാര്യവും മതാത്മകവുമായ ബഹുമാനം അവിടുന്ന് സമർപ്പിക്കുന്നു. കുഞ്ഞാടെന്ന നിലയിൽ എന്തുമാത്രം സ്നേഹമാണ് അവിടുന്ന് പ്രകാശിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാം. തൻ്റെ പാപങ്ങൾക്കല്ല അന്യരുടെ പാപങ്ങൾക്ക് വേണ്ടി താൻ ക്രൂരമായി ഉടനെ വധിക്കപ്പെടുമെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം തെല്ല് ധ്യാനിച്ചുകൊണ്ട് തന്നെ നമ്മോട് ചോദിക്കണം, ഈജിപ്തിലെ മർദ്ദനങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചതിന് കൃതജ്ഞതയായി യഹൂദന്മാർ ഒരു കുഞ്ഞാടിനെ വർഷം തോറും സമർപ്പിച്ചിരുന്നുവെങ്കിൽ നിത്യനരക ശിക്ഷയിൽ നിന്ന് മോചനം നൽകിയതിന് നാം എന്തുമാത്രം കൃതജ്ഞത പ്രകാശിപ്പിക്കേണ്ടിയിരിക്കുന്നു.
ആദ്യമായി നിത്യപിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നു. ഞങ്ങൾ എത്രയോ ബലഹീനരാണ്, എത്രയോ കൃതജ്ഞതരാണ് ഞങ്ങൾ, എത്ര ലജ്ജാവഹമാണ് ഞങ്ങളുടെ ജീവിതം. അങ്ങ് നിത്യമഹത്വത്തിന് യോഗ്യനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ സ്തുതിക്കും മഹത്വത്തിനുമായി ഞങ്ങളുടെ ലജ്ജയും പരിഭ്രമവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുകയാണ്. എത്രയും നീചമായ വിധം ഞങ്ങൾ അങ്ങേ ദ്രോഹിച്ചില്ലേ. രണ്ടാമതായിട്ട് ഈശോയുടെ സ്നേഹപ്രകടനങ്ങളോടുകൂടി ഞങ്ങളുടെ സ്നേഹവും ചേർത്തുകൊണ്ട് അവിടത്തോടു കൂടി ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഞങ്ങളുടെ അഹങ്കാരം, അസൂയ, കോപം, കൊതി, ജഡികമോഹം, കണ്ണുകളുടെ ദുരാശ എന്നിങ്ങനെ എത്രമാത്രം ദുർമോഹങ്ങളാണുള്ളത്. നിഷ്കളങ്കനായ കുഞ്ഞാടിനോടുകൂടി യോജിച്ചുകൊണ്ട് ഇവയെല്ലാം ഞങ്ങളുടെ ദൈവമേ അങ്ങേക്കായി ബലി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ബലി അനുഷ്ഠിക്കുന്നതിന് നേരായ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോ സമർപ്പിക്കുവാൻ പോകുന്ന നീതിപൂർണമായ ബലിയോടുകൂടി ഞങ്ങളുടെ ഈ കാഴ്ചകളും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഇത്ര ഉത്സാഹത്തോടെ മരിക്കാൻ പോകുന്ന ഈശോയെ അങ്ങേ അനുഗ്രഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ബലിക്ക് മധുരപരിമളം പ്രദാനം ചെയ്യുന്ന ഹൃദയ സംതൃപ്തിയോടെ ആശാനിഗ്രഹം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ദൈവത്തിൻ്റെ കൃപയോടെ അവർണ്ണനീയ ദാനമായ രക്ഷയെന്ന മഹാദാനത്തിന് കൃതജ്ഞതാസ്മാരകമായി നമ്മെ കുടികൊള്ളുന്ന സ്ഥായിയായ ദുർഗുണത്തെ തിരഞ്ഞെടുത്ത് അതീവ തീഷ്ണതയോടെ ബലി കഴിക്കുമെന്ന് നമുക്ക് ഈശോയോട് പറയാം.
നല്ല ദൈവമേ, തിരുസന്നിധിയിലായിരുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവർണ്ണനീയമായ അങ്ങയുടെ ദാനത്തെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സമസ്തവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവനും സ്നേഹവും കരുണയും എല്ലാം അങ്ങേത് മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മക്കളായ നാം എല്ലാം അനുഭവിച്ചറിയപ്പെടുന്നതിന് അയക്കപ്പെട്ട ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കഠോര വേദന അനുഭവിച്ച് കുരിശി മരിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ കുരിശിൻ ചുവട്ട് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പിതാവായ ദൈവമേ, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുടെ ചില ഈശോയെ, ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങേ പകൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കൾ ദൈവാത്മാവുമായി ലയിച്ചു ചേരുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ അശുദ്ധിയും അവിടുത്തെ തിരുരക്തത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ. കരുണയുള്ള ഭാഗ്യന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്നടിച്ചത് ഈശോയെ, ഞങ്ങളുടെ മനസ്സാക്ഷിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സാക്ഷിയിലുള്ള തെറ്റായ ബോധ്യങ്ങളെയെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. അവയെല്ലാം അങ്ങ് അകറ്റിക്കളയണമേ. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കുമെന്നറിയിച്ചത് ഈശോയെ, ഞങ്ങളുടെ അബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും സുബോധ മനസ്സിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനേറ്റിട്ടുള്ള എല്ലാ മുറിവുകളെയും അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നറിയിച്ചത് ഈശോയെ, ഞങ്ങളുടെ ചിന്താശക്തിയെയും ഭാവനാശക്തിയെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ചിന്തകളിലും ഭാവനകളിലും നിലകൊള്ളുന്ന അശുദ്ധ മേഖലകളെ എല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശി മരിച്ച ഈശോയെ, ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ ബുദ്ധിശക്തിയെ സമർപ്പിക്കുന്നു. ദൈവദാനമായി ഞങ്ങൾക്ക് നൽകിയ ബുദ്ധിശക്തിയെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നറിയിച്ചത് ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് അറിയിച്ചത് ഈശോയെ, ഞങ്ങളുടെ കോപം, വെറുപ്പ്, വിദ്വേഷം, അസൂയ, വൈരാഗ്യം, ആസക്തികൾ എന്നിവയെല്ലാം അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങേ ലയിച്ചുകൊണ്ട് അങ്ങേ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എല്ലാ നിയോഗങ്ങളും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കുമെന്ന് അറിയിച്ചത് ഈശോയെ, ഞങ്ങളുടെ ശരീരത്തെ മുഴുവനായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആന്തരികേന്ദ്രിയങ്ങളെ ബാഹ്യേന്ദ്രിയങ്ങളെയും എല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണും കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്ന് അറിയിച്ചത് ഈശോയെ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. അങ്ങയുടെ കലങ്ങൾ ഞങ്ങളെ താങ്ങുന്നില്ല എങ്കിൽ ഞങ്ങൾ വീണുപോകും. അങ്ങയുടെ 5 തിരുമുറുകളെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ സർവ്വവും സമസ്തവും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ സങ്കീർത്തനം 23 സങ്കീർത്തനം ഞങ്ങൾ ഏറ്റു ചൊല്ലുകയാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരടുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹൃദയ കോവിലിലിന്നു നാഥൻ വന്നിടുന്നു.
ഹൃദയനോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും. അരികിലരികിൽ നാഥനരികിൽ ഞാനിരുന്നിടും. അതുല സ്നേഹം പൊഴിയുമാ തിരുമൊഴികൾ കേട്ടിടും. ഹൃദയകോവിലിന്നു നാഥൻ വന്നിടും നേരം. ഹൃദയനോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും. നാഥനിന്നിൽ വാസമാകാൻ ആലയം തീർക്കും. ആലയത്തിൽ എൻ ഹൃദയം മൺചിരാതാകും. നാഥനിന്നിൽ വാസമാകാൻ ആലയം തീർക്കും. ആലയത്തിൽ എൻ ഹൃദയം മൺചിരാതാകും. നിണമൊഴിച്ച മൺചിരാതിൽ തിരി തെളിച്ചിടും. തെളിയുമാ ചെറുമൺചിരാതിൽ എന്നുയിർനാളം. ഹൃദയകോവിലിന്നു നാഥൻ വന്നിടും നേരം. ഹൃദയനോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും. എണ്ണവറ്റിടുമെൻ ചിരാതിൽ തന്നുയിർനാളം. പകരുവാനായി നാഥനിന്നിൽ വാസമായിടും. എണ്ണവറ്റിടുമെൻ ചിരാതിൽ തന്നുയിർനാളം. പകരുവാനായി നാഥനിന്നിൽ വാസമായിടും. രക്ഷകൻ തൻ മാംസവും തിരുച്ചോരയും എന്നിൽ ജീവനായി പടരും. ഞാനൊരു പൊൻവിളക്കാകും. ഹൃദയകോവിലിന്നു നാഥൻ വന്നിടും നേരം. ഹൃദയനോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും. അരികിലരികിൽ നാഥനരികിൽ ഞാനിരുന്നിടും. അതുല സ്നേഹം പൊഴിയുമാ തിരുമൊഴികൾ കേട്ടിടും. ഹൃദയകോവിലിന്നു നാഥൻ വന്നിടും നേരം. ഹൃദയ